എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലോട്ട് സ്വാഗതം. 2024 ജാനുവരി 13 നടന്ന അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിൽ ഓഡിറ്റിംഗിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 141. വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഷാൽ ബി ഷോൺ ഓൺ ദ ഓപ്ഷൻ എ ഇൻകം സൈഡ് ഓഫ് ദ P&L അക്കൗണ്ട്, ഓപ്ഷൻ ബി എക്സ്പെൻസ് സൈഡ്, ഓപ്ഷൻ സി അസറ്റ് സൈഡ്, ഓപ്ഷൻ ഡി ലയബിലിറ്റി സൈഡ്. എന്താ ചോദിച്ചിരിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കുക? ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി, അപ്പോൾ അത് എവിടെ കാണിക്കുക? കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അസറ്റ് സൈഡാണ്. ഓപ്ഷൻ സി ആണ് 141ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക, അസറ്റ് സൈഡ്. ഇനി 142 നോക്കാം. ദ ഡിഫറൻസ് ഇൻ ഫിഗർ ഈസ് ഡാഷ് ആൻഡ് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോഡ് ടു ലൈറ്റ്. ഓപ്ഷൻ എ റിക്കൺസൈൽഡ്, ഓപ്ഷൻ ബി ഓവർ റിട്ടൺ, ഓപ്ഷൻ സി സപ്രസ്ഡ്, ഓപ്ഷൻ ഡി കറക്റ്റഡ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിഫറൻസ് ഇൻ ഫിഗർ ഈസ് ഡാഷ് ആൻഡ് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോഡ് ടു ലൈറ്റ്. അതായത് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോഡ് ടു ലൈറ്റ്. ആൻഡ് എന്താണ്? എന്തുകൊണ്ടാണ് ആ ഡിഫറൻസസ് വന്നത്? അതിൻ്റെ കാരണം എന്ത് ചെയ്യണം? വെളിച്ചത്ത് കൊണ്ടുവരണം. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ഡൗട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? റിക്കൺസൈൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്? നമ്മുടെ ഓപ്ഷൻ എ ആണ്, റിക്കൺസൈൽഡ്. അതായത് ഫിഗേഴ്സിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിക്കൺസൈൽ ചെയ്യണം. അതുപോലെ ആ ഡിഫറൻസിൻ്റെ കാരണം എന്താണ്? എന്ത് ചെയ്യണം? ബ്രോഡ് ടു ലൈറ്റ്, വെളിച്ചത്ത് കൊണ്ടുവരണം. വലിയ കാരണം എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 142, ഓപ്ഷൻ എ റിക്കൺസൈൽഡ് ആണ്. 143ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ കെപ്റ്റ് ബൈ ദ ഓഡിറ്റർ കം ടു റെസ്ക്യൂ അറ്റ് എ ടൈം വെൻ എ സ്യൂട്ട് ഈസ് ഫയൽഡ് എഗൻസ്റ്റ് ഹിം ഫോർ നെഗ്ലിജൻസ്. ഓപ്ഷൻ എ ഓഡിറ്റ് റിപ്പോർട്ട്, ഓപ്ഷൻ ബി വർക്കിംഗ് പേപ്പേഴ്സ്, ഓപ്ഷൻ സി ഇൻഫർമേഷൻ കളക്റ്റഡ്, ഓപ്ഷൻ ഡി ഫൈനൽ അക്കൗണ്ട്സ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡാഷ് ആർ കെപ്റ്റ് ബൈ ദ ഓഡിറ്റർ കം ടു റെസ്ക്യൂ അറ്റ് എ ടൈം വെൻ എ സ്യൂട്ട് ഈസ് ഫയൽഡ് എഗൻസ്റ്റ് ഹിം ഫോർ നെഗ്ലിജൻസ്. അതായത് ഓഡിറ്റർക്ക് അഗൻസ്റ്റ് എന്ത് ചെയ്തു? ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നെഗ്ലിജൻസ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ അദ്ദേഹം വീഴ്ച വരുത്തി, നെഗ്ലിജൻസ് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു എവിഡൻസ് ആയിട്ട് എന്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്ററുടെ ഒരു പ്രോപ്പർട്ടി, ഒരു അസറ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഓഡിറ്റ് പ്രോഗ്രാം മുതൽ എന്താണ് ഓഡിറ്റ് വർക്കിൻ്റെ സമയത്തുള്ള ഫൈൻഡിങ്സ്, അതുപോലെ ഏതെല്ലാം അക്കൗണ്ടുകളാണ് ഓഡിറ്റിൻ്റെ പരിധിയിൽ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിലാണ്. അപ്പോൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്താണ്? അദ്ദേഹം നെഗ്ലിജൻസ് വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് അത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വർക്കിംഗ് പേപ്പേഴ്സ് ആണ്. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡ് വിൽ ബി ഷോൺ ആസ്. ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലോസ്, ഓപ്ഷൻ സി ലയബിലിറ്റി, ഓപ്ഷൻ ഡി പ്രോഫിറ്റ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡിനെ എവിടെയാണ് കാണിക്കുക? എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ഡിവിഡൻഡ് ടു ബി പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ബട്ട് നോട്ട് യെറ്റ് ഹാസ് ബീൻ പെയ്ഡ്. കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ലയബിലിറ്റി ആണ്. ഓപ്ഷൻ സി ആണ് 144ൻ്റെ ആൻസർ ആയിട്ട് വരിക, ലയബിലിറ്റി. ഇനി 145ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് എറർ ഈസ് ഒക്കേർഡ് വെൻ വേജസ് പെയ്ഡ് ഈസ് റോങ്ലി പോസ്റ്റഡ് ടു ജനറൽ എക്സ്പെൻസസ്? ഓപ്ഷൻ എ എറർ ഓഫ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ബി എറർ ഓഫ് ഒമിഷൻ, ഓപ്ഷൻ സി എറർ ഓഫ് കമ്മീഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ചോദിച്ചിരിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് എറർ ഈസ് ഒക്കേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ വേജസ് പെയ്ഡ് ഈസ് റോങ്ലി പോസ്റ്റഡ് ടു ജനറൽ എക്സ്പെൻസസ്. വേജസ് കൊടുത്തു, അതിൻ്റെ പോസ്റ്റിംഗ് നടത്തിയപ്പോൾ എന്ത് ചെയ്തു? ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്തു? ജനറൽ എക്സ്പെൻസസിലോട്ടാണ് പോസ്റ്റ് ചെയ്തത്. നമുക്കറിയാം റോങ് പോസ്റ്റിംഗ്, റോങ് ക്യാരി ഫോർവേഡ്, റോങ് ബാലൻസിങ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള എററാണ് വരുന്നത്? എറർ ഓഫ് കമ്മീഷൻ ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് 145ൻ്റെ ആൻസർ ആയിട്ട് വരിക, എറർ ഓഫ് കമ്മീഷൻ. 146ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ വിച്ച് കാറ്റഗറി ദ എക്സ്പെൻസസ് ഫോർ ദ റിമൂവൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മോർ കൺവീനിയൻറ്റ് പ്ലേസ് ബി ഇൻക്ലൂഡഡ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതായത് എക്സ്പെൻസസ് ഫോർ ദ റിമൂവൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മോർ കൺവീനിയൻറ്റ് പ്ലേസ്. അതായത് നിലവിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ട് മാറ്റുന്നതിന് വേണ്ടി വന്ന എക്സ്പെൻസസ് ഏത് ഹെഡിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം റണ്ണിങ് ആവുന്നത് വരെയുള്ള എക്സ്പെൻസസ് എല്ലാം നമ്മൾ എവിടെ വരും? ക്യാപിറ്റൽ
എക്സ്പെൻഡിച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ റണ്ണിങ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ട്, അതായത് കൂടുതൽ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെവി എക്സ്പെൻഡിച്ചർ ആണ്. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഹെവി അല്ലെങ്കിൽ എന്ത് വരും, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരും. ഇത് ഹ്യൂജ് എക്സ്പെൻസസ് ആണ് വരുന്നത്. അതിൻ്റെ ബെനിഫിറ്റുകൾ ഫ്യൂച്ചറിലോട്ട് ഈ ബിസിനസ് പേയ്മെൻറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്തും, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിലോട്ടായിരിക്കും അത് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ 146ൻ്റെ ആൻസർ വരുന്നത് എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി 147 നോക്കാം. ഇന്റേണൽ ഓഡിറ്റിംഗ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് ഡാഷ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഓപ്ഷൻ എ റിവ്യൂ, ഓപ്ഷൻ ബി അപ്രൈസൽ, ഓപ്ഷൻ സി ചെക്കിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നമുക്കറിയാം എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഓർഗനൈസേഷൻ്റെ സാലറീഡ് സ്റ്റാഫ് തന്നെ നടത്തുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ചെക്കിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ചെക്കിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരിക. 148ാമത്തെ ക്വസ്റ്റ്യൻ. റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ്. ഓപ്ഷൻ എ ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി നെറ്റ് പ്രോഫിറ്റ്. എന്താണ് റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റിസർവ് ഫണ്ട് എവിടെ നിന്നാണ് എടുക്കുക, നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് എടുക്കുക. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് അൺഫോർസീൻ ലോസസ് ഉണ്ടാകാം. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത നഷ്ടങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലോട്ടുള്ള ഫണ്ട് നീക്കി വെക്കുന്നത് എവിടെ നിന്നാണ്, നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. ഇനി 149ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഡ്യൂ ടു ഇൻ ഓഡിറ്റ് ഡിനോട്ട്സ്. ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി ഇൻകം, ഓപ്ഷൻ ഡി പ്രോഫിറ്റ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡ്യൂ ടു എന്നുള്ളത് ഓഡിറ്റിൽ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡ്യൂ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഡെറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഫേമിനെ സംബന്ധിച്ച് എന്താണ്, അസറ്റാണ്, ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 149ൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഡ്യൂ ബൈ എന്നാണ് വരുന്നത് എങ്കിൽ എന്താണ്, ലയബിലിറ്റി ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്, ഡ്യൂ ടു. ഓപ്ഷൻ എ അസറ്റാണ് ആൻസറായിട്ട് വരിക. 150ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ആൻ ഒറിജിനൽ വൗച്ചർ ഈസ് മിസ്ഡ് ഡാഷ് വൗച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓപ്ഷൻ എ ഡ്യൂപ്ലിക്കേറ്റ്, ഓപ്ഷൻ ബി പ്രൈമറി, ഓപ്ഷൻ സി സെക്കൻഡറി, ഓപ്ഷൻ ഡി കൊളാറ്ററൽ. ഒറിജിനൽ വൗച്ചർ നഷ്ടമായാൽ ഏത് തരത്തിലുള്ള വൗച്ചർ അല്ലെങ്കിൽ ഏത് വൗച്ചറാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒറിജിനൽ വൗച്ചർ നഷ്ടമായാൽ എന്ത് ചെയ്യണം, കൊളാറ്ററൽ വൗച്ചറാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്താണ് കൊളാറ്ററൽ വൗച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് ഒറിജിനൽ വൗച്ചറിൻ്റെ കാർബൺ കോപ്പിയോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിനൊക്കെയാണ് എന്തെന്ന് പറയുക, കൊളാറ്ററൽ വൗച്ചർ എന്ന് പറയുക. അപ്പോൾ 150ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കൊളാറ്ററൽ ആണ്. ഇനി 151 നോക്കാം. ദ പേഴ്സൺ ഹു യൂസ്ഡ് ടു ഹിയർ ദ അക്കൗണ്ട്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ജഡ്ജ്, ഓപ്ഷൻ ബി ഓഡിറ്റർ, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ദ പേഴ്സൺ ഹു യൂസ്ഡ് ടു ഹിയർ ദ അക്കൗണ്ട്സ്, അതായത് കണക്കുകൾ കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പരിശോധിക്കുന്ന വ്യക്തി ആരാണെന്ന് പറയുക, ഓഡിറ്റർ. ഓപ്ഷൻ ബി ആണ് 151ൻ്റെ ആൻസറായിട്ട് വരിക. 152 നോക്കാം. ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഇൻക്വിസിഷൻ ആൻഡ് ഇറ്റ്സ് മെയിൻ മിഷൻ ഈസ് നോട്ട് വൺ ഓഫ്. ഓപ്ഷൻ എ എക്സിക്യൂഷൻ, ഓപ്ഷൻ ബി എക്സ്പെഡീഷൻ, ഓപ്ഷൻ സി ഫോൾട്ട് ഫൈൻഡിങ്, ഓപ്ഷൻ ഡി ഇവാലുവേഷൻ. ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഇൻക്വിസിഷൻ ആൻഡ് ഇറ്റ്സ് മെയിൻ മിഷൻ ഈസ് നോട്ട് വൺ ഓഫ്. അതായത് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻക്വിസിഷൻ അല്ലെങ്കിൽ ഇൻക്വയറി അല്ല. അതുപോലെ ആൻഡ് ഇറ്റ്സ് മെയിൻ മിഷൻ ഈസ് നോട്ട് വൺ ഓഫ് ഫാൾട്ട് ഫൈൻഡിങ് എന്നാണ് പറയുന്നത്. അതായത് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു എൻക്വയറിയോ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന കണക്കുകളിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്ന് കണ്ടെത്തലുകളോ അല്ല, മറിച്ച് എന്താണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്ത് വരുമ്പോൾ എന്താണ്, നോട്ട് വൺ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫാൾട്ട് ഫൈൻഡിങ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരിക. ഇനി 153 നോക്കാം. എ കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഫൈനൽ ഓഡിറ്റ്, ഓപ്ഷൻ ബി ഇൻ്ററിം ഓഡിറ്റ്, ഓപ്ഷൻ സി കൺകറൻറ്റ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി ഇൻറ്റേർണൽ ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ വേറൊരു പേരാണ് ഇതെന്ന് പറയുക, കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് 153ൻ്റെ ആൻസറായിട്ട് വരുന്നത്. നമുക്കറിയാം ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇയർ എൻഡിങ്ങിൽ ചെയ്യുന്ന ഓഡിറ്റാണ് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇടക്കാല ഓഡിറ്റാണ്, 2 ഫിനാൻഷ്യൽ ഇയറിന് ഇടയ്ക്ക് വരുന്നതാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗനൈസേഷൻ ഉള്ളിൽ തന്നെയുള്ള സ്റ്റാഫ് ചെയ്യുന്ന ഓഡിറ്റാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ത്രൂ ഔട്ട് ദ ഇയർ നടക്കുന്ന ഒരു ഓഡിറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുക, കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറയുക. ഓപ്ഷൻ സി ആണ് 153ൻ്റെ ആൻസറായിട്ട് വരിക.
154-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ ഡാഷ് ഗിവൺ ബൈ ദ ഓഡിറ്റർ. ഓപ്ഷൻ എ റിപ്പോർട്ട്, ഓപ്ഷൻ ബി സ്കീം, ഓപ്ഷൻ സി എവിഡൻസ്, ഓപ്ഷൻ ഡി ഗൈഡൻസ്. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്? ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ തയ്യാറാക്കുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സ്കീമാണെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്തെല്ലാം വർക്കുകൾ ചെയ്യണം, എന്തെല്ലാം സ്റ്റെപ്പിലൂടെ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അത് ആ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സ്കീമാണ് എന്തെന്ന് പറയുക? ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുക? അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി 155 നോക്കാം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സെൻഡ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഡാഷ് മന്ത്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 6. അതായത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂഷന് എത്ര മാസത്തിനുള്ളിൽ കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വിത്തിൻ 3 മന്ത്സിനുള്ളിൽ എന്ത് ചെയ്യണം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആൻസർ വരുന്നത് 3 ആണ്. ഓപ്ഷൻ സി ആണ് 155-ൻ്റെ ആൻസറായിട്ട് വരിക. 156 നോക്കാം. റൈറ്റിംഗ് ഓഫ് ദ ബാർഡറ്റ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ് ഓഫ് ദ KCS ആക്ട് ആൻഡ് റൂൾസ്. അതായത് ബാർഡറ്റ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാർഡറ്റ്സ് എഴുതി തള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് റൂളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റൂൾ 62-ലാണ് റൈറ്റിംഗ് ഓഫ് ദ ബാർഡറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 62 ആണ് ആൻസറായിട്ട് വരിക. ഇനി 157 നോക്കാം. Auditing is a dash of accounting to find out the correctness of the transactions related to it. Option A verification, option B examination, option C study, option D investigation. Auditing is a dash of accounting to find out the correctness of the transactions. അതായത് ട്രാൻസാക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ്നെസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടുകളുടെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? വെരിഫിക്കേഷനാണ്. അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓഡിറ്റിൻ്റെത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 157-ൻ്റെ ആൻസറായിട്ട് വരിക. 158-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ഡാഷ് എൻസ്. ഓപ്ഷൻ എ ഓഡിറ്റിംഗ്, ഓപ്ഷൻ ബി ട്രാൻസാക്ഷൻ, ഓപ്ഷൻ സി ബുക്ക് കീപ്പിംഗ്, ഓപ്ഷൻ ഡി സ്ക്രൂട്ടിനി. അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ഡാഷ് എൻസ്. അതായത് എന്ത് അവസാനിക്കുമ്പോഴാണ് എന്ത് ആരംഭിക്കുക? അക്കൗണ്ടൻസി ആരംഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് വരും? ബുക്ക് കീപ്പിംഗ് വരും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും? അക്കൗണ്ടൻസി വരും. ദെൻ അതിനുശേഷം അക്കൗണ്ടൻസി അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും? ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടൻസി ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണ് അവസാനിക്കുന്നത്? എന്താണ്? ബുക്ക് കീപ്പിംഗ്. ഒന്നാമത് വരുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ദെൻ അക്കൗണ്ടൻസി, ദെൻ ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. ബുക്ക് കീപ്പിംഗ് ആണ് ആൻസർ വരിക. ഇനി 159. അസറ്റ്സ് മൈനസ് ലയബിലിറ്റി ഈസ്. ഓപ്ഷൻ എ റിസർവ്സ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ, ഓപ്ഷൻ സി ഡിപ്രഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അസറ്റ്സ് മൈനസ് ലയബിലിറ്റി ഈക്വൽസ് എന്താണ് നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റലാണ് ആൻസർ കിട്ടുക. ക്യാപിറ്റലാണ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 160-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഷുഡ് ബി നോ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്തൗട്ട് എ. ഓപ്ഷൻ എ ഡോക്യുമെൻറ്റ്, ഓപ്ഷൻ ബി ട്രാൻസാക്ഷൻ, ഓപ്ഷൻ സി വൗച്ചർ, ഓപ്ഷൻ ഡി കറസ്പോണ്ടൻസ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദർ ഷുഡ് ബി നോ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്തൗട്ട് എ. അതായത് എന്ത് ചെയ്യണം? ഒരു എൻട്രി എഴുതണമെങ്കിൽ അതിന് മുന്നേ എന്തുണ്ടായിരിക്കണം? അവിടെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? ട്രാൻസാക്ഷൻ ആണ് വരിക. ഓപ്ഷൻ ബി ആണ് 160-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരിക. താങ്ക് യു വെരി മച്ച്.